2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടയിൽ 5500 സംതിങ് കോടിയാണ് ഇ ഡി സീസ് ചെയ്തെന്നുണ്ടെങ്കിൽ 2014 മുതൽ 2022 വരെ അത് 1 ലക്ഷം കോടിയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കേസുകൾ 23 അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ എണ്ണം കൂടി ഇപ്പോൾ 40 മുകളിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ബാക്കി കേസുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു, ബാക്കിയുള്ളവരെ മുഴുവൻ വെറുതെ വിട്ടു കഴിഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പച്ച പാവങ്ങളായിരുന്നു, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരായിരുന്നു എന്നൊന്നും അർത്ഥമില്ല. തന്നെ അവർക്ക് ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം എന്നുള്ളതിനകത്ത് ഉപരി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ട്. അതിപ്പോൾ UDF പ്രതിനിധിയോടും പറയുകയാണ്, അദ്ദേഹത്തിന്റെ അനൗദ്യോഗിക സഖ്യകക്ഷിയായ SDPIയോടും പറയുകയാണ്. ഷാക്കിർ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ അത് എനിക്ക് വേറെ മറുപടി കൊടുക്കാം. ഒരു വഴി പഞ്ചായത്ത് അവിടെ അൻസാരി പറയട്ടെ മാറിയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പോഴും അങ്ങനെയാണ്. വഴി മാത്രമല്ല, അങ്ങനെ മഞ്ചേശ്വരത്ത് എങ്ങനെയാണ് ലീഗ് ജയിക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? അരി വെക്കാമെന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാൻ. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. മഞ്ജുഷ് ഷാക്കിറെ, ഞാൻ ബാക്കി പറഞ്ഞോട്ടെ, നിങ്ങൾ അവിടെ അടങ്ങി നിൽക്കുന്ന സ്ഥാനത്തുള്ള ഒരാളാണ് CP ജോൺ. CP ജോൺ എന്താണ് പറഞ്ഞത്? SDPയുമായിട്ടുള്ള ബന്ധം തുറന്നു തന്നെ സമ്മതിക്കണം, മുമ്പോട്ട് പോകണം എന്നുള്ള നിലയിലാണ് CP ജോൺ പറഞ്ഞത്. അല്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പൊ UDFന്റെ മൊത്തം കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനിക്കുന്നത്. K മുരളീധരൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലേ, SDPI വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, വട്ടിയൂർക്കാവിന് ലഭിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവരെല്ലാവരും തുറന്നു പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണെന്ന് ഈ തലേ തുണിയിട്ടുകൊണ്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത്? നേരിട്ട് നിങ്ങൾക്കും അങ്ങ് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാണ് ഇത് ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനും ഒക്കെ പോകുന്നത്? നിങ്ങളുടെ UDFന്റെ അകത്തുള്ള നേതാക്കൾ പറഞ്ഞ കാര്യമാണ്, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. BJPന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഞങ്ങൾക്കില്ല. അല്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയമല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇനി അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന താങ്കളുടെ അനൗദ്യോഗിക സഖ്യകക്ഷിയായിട്ടുള്ള UDFന്റെ പ്രതിനിധിക്ക് പോലും എതിരഭിപ്രായമില്ല. കാരണം അവരും ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അരവിന്ദ് കെജ്രിവാൾ കള്ളനാണ്, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണ് എന്നാണ് ഇപ്പോൾ അവരും കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ പറഞ്ഞത്. അതിനുശേഷം അവരും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അത് തന്നെയാണ്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനനുസരിച്ച് തരാതരം പോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക എന്ന് പറയുന്നത് മാത്രമാണ് ഈ പറയുന്ന രാജ്യത്തെ സോ കോൾഡ് ഫാഷിസ്റ്റ് വിരുദ്ധ ചേരി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം പിന്നെ ജനങ്ങൾ മുഴുവൻ താങ്കളുടെ SDP ഓഫീസിൽ വന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടങ്ങ് പോവുമല്ലേ? വാജ്പേയി ഭരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് BJPക്ക് ഇതേ അവസരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എത്ര ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നു? അന്ന് BJP ഇന്ത്യ ഭരിക്കുമെന്ന് പറയുമ്പം പുച്ഛിച്ച് തള്ളിയവരുണ്ട്, നിങ്ങളെ കളിയാക്കിയവരുണ്ട്, BJPക്ക് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഈ ഫാസിസം ഈ രാജ്യത്ത് വളർന്നു വരുന്നു എന്ന് അന്ന് മുതലേ പറഞ്ഞ പ്രസ്ഥാനമാണ് SDPI. അന്ന് SDPI ഉണ്ടായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, അന്ന് SDPI ഉണ്ടായിരുന്നോ? പകരം അന്ന് സിമി ഉണ്ടായിരുന്നു. സിമി രൂപം മാറി മറ്റു പല രൂപങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ആയിട്ടുണ്ട്, SDP ആയിട്ടുണ്ട്. താങ്കളുടെ വായിൽ നിന്ന് തന്നെ താങ്കളുടെ അസ്തിത്വം എന്താണ്, പിതൃത്വം എന്താണ്, കഴിഞ്ഞ 16 വർഷമായി പാർട്ടി വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. വാജ്പേയിയുടെ ഭരണത്തിന് മുമ്പ് BJPക്ക് 2 MP മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തില് ഭാവിയിൽ ഫാഷിസം വളർന്നു വരുന്നു നിങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ SDPI അല്ല, അന്ന് സിമി ആയിരുന്നു ഉണ്ടായിരുന്നത്, നിരോധിക്കപ്പെട്ട സംഘടനയായിരുന്നു. സിമി പറഞ്ഞു, പിന്നെ അത് പോപ്പുലർ ഫ്രണ്ടായി. പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ എന്താണ് SDPI എന്നുള്ള പേരിൽ കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവം. നിർത്തുന്നേ 2009 പാർട്ടി രൂപീകരിക്കുമ്പോ 2009 വാജ്പേയി അല്ലല്ലോ, അതിനുശേഷം വാജ്പേയി അല്ലല്ലോ രൂപീകരിക്കുമ്പോ പരിഹസിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. ED പറയുന്നവർ മുഖവിലയ്ക്ക് എടുക്കണ്ട, BJP പറയുന്നവർ മുഖവിലയ്ക്ക് എടുക്കണ്ട. തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല, വർഗീയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, ഇവരെ ആരെ കൊണ്ട് നിങ്ങൾ സമ്മതിപ്പിക്കേണ്ട.
UDFന്റെ അകത്തോ LDFന്റെ അകത്തോ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ കൊണ്ട് അല്ലെങ്കിൽ UDFനകത്തോ LDFനകത്തോ ഔദ്യോഗികമായിട്ട് നിങ്ങളെ ഒന്ന് ഉൾക്കൊള്ളിക്കാൻ പറയാമോ? ഇവിടെ ഇരിക്കുന്ന UDFന്റെ പ്രതിനിധി ഷാക്കിറിനെ കൊണ്ട് നിങ്ങൾ നല്ല മതേതര പ്രസ്ഥാനമാണ്, നിങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നൊന്ന് പറയിക്കാമോ? അത് മാത്രം പറയിച്ചാൽ ഇപ്പോഴത്തെ SDPI വരെ അതിശക്തമായി എതിർക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതെന്താ നിങ്ങൾ കണക്കിലെടുക്കത്ത്? ഇപ്പൊ എനിക്കൊരു മൂഡ് ഉറച്ചു പോയപ്പോ ഈ പഴയ ചങ്ങാതിയെ വേണ്ട ഒരു പാർട്ടിയായി SDP വളരും, അതിലൊന്നും സംശയമില്ല ഷാക്കിര, പ്രശ്നമില്ല. അത് നിങ്ങൾ കുറേ കാലം നിലവിലെ പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ചിലർക്ക് വിട്ടു നിൽക്കുന്നതോ ചിലർക്ക് ഒരുപക്ഷെ ഗുണമായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ചർച്ചയിലല്ലാത്തതുകൊണ്ട് നമുക്ക് ഷാക്കിർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിന്നെ BJPയുടെ പ്രതിനിധിയുടെ താല്പര്യം മുസ്ലിം ലീഗും SDPയും അടിച്ചു പിരിയണം എന്നുള്ളതാണ്. അടിച്ചു പിരിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് അൻസാരി പറയുന്നത് മുസ്ലിം ലീഗും SDPയും തമ്മിൽ ഭിന്നിക്കണം, അടിച്ചു പിരിയണം എന്നതാണ് BJPയുടെ താല്പര്യമെന്ന്, അതിൽ വീഴരുതെന്നാണ് അൻസാരി പറയുന്നത്. അത് BJPക്ക് ആഗ്രഹം ഇത് നടപ്പിലാക്കുന്ന ഈ രാജ്യത്ത് എന്ത് വിധ്വംസ പ്രവർത്തനമാണ് SDP നടത്തിയിട്ടുള്ളത്? ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞു, ചവിട്ടിക്കൊന്നു പോലീസ്. ഇവിടെ പ്രതിഷേധം വേണ്ടേ? ഇവിടെ പ്രതിഷേധം വേണ്ടേ? ഈ രാജ്യത്ത് ജനങ്ങൾ ജീവിക്കണ്ടേ? മാത്രമല്ല കുടിപ്പക പോലെയല്ലേ പെരുമാറിയിട്ടുള്ളത്? അവിടെ നിങ്ങൾ മതത്തിന്റെ ലേബൽ ഒട്ടിക്കണ്ട. കൊലപാതകങ്ങൾ RSSന്റെ നേതൃത്വത്തിൽ ED രംഗത്തിറങ്ങുന്നു. ആ രംഗത്തിറങ്ങുന്ന ഘട്ടത്തില് ഈ രാജ്യത്തെ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ നമ്മൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ പ്രതിനിധി ബോധപൂർവമായി ഉയർത്തുന്ന ചോദ്യങ്ങൾ വീണു പോകരുതേ ഷാക്കിറെ. ഇതാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ കാണരുത്. ഷാക്കിർ വീഴാതെ കഷ്ടപ്പെട്ട് പിടിച്ചു വെക്കുകയാണ്. പക്ഷേ 2024 അതായത് 2 മാസം മുമ്പുള്ള വാർത്തയാണ്, മാധ്യമം പത്രം എഴുതിയിരിക്കുന്നതാണ്. ഗംഗോളി പഞ്ചായത്തിൽ കോൺഗ്രസും SDPയും ഒന്നിച്ചു, BJPയുടെ ഭരണക്കുത്തക തകർന്നു. വേണ്ട, നിങ്ങള് എന്താണ് അടിയിൽ കൂടി ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ SDPI ജയിച്ച ഒരു പഞ്ചായത്തിന്റെ പേര് പറഞ്ഞു. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 150 വോട്ട് BJPക്ക് കിട്ടിയിരുന്നു. ഇത്തവണ കിട്ടിയത് 39 വോട്ടാണ്. നിങ്ങളുടെ വോട്ട് നിങ്ങൾ എന്തുകൊണ്ട് SDPIക്ക് കൊടുത്തത്? BJP വോട്ടുകൾ SDPIക്ക് മറിച്ചു കൊടുക്കുമോ ഷാക്കിറെ? അല്ലാണ്ട് പിന്നെ എവിടെ പോയി ഇവരെ വോട്ട്? ഇവരെ വോട്ട് എവിടെ പോയി? ആകെ 350 ഹിന്ദു വോട്ട് അവിടെ ഉള്ളത്. ആ 350 ഹിന്ദു വോട്ടുകളിൽ 300 ചില്ലറ വോട്ട് CPM-നും കിട്ടി, 39 വോട്ട് BJPക്കും കിട്ടി. പിന്നെ BJPയുടെ വോട്ട് SDP അവിടെ ജയിച്ചു. ഒന്ന് ഷാക്കിറെ ചുമ്മാ ബേസിക് ആയിട്ടുള്ള ഒരു എന്താണ് കണക്കുകൂട്ടലുകളെങ്കിലും വെച്ചിട്ട് രാഷ്ട്രീയത്തെ കാണണം കേട്ടോ. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. അല്ലല്ല, അതേപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അറിയില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെ പോയേ കയ്യിന്ന് പോയേ പിന്നെ കിട്ടട്ടെ. നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചത് കെ മുരളീധരനാണ്. അതിനെ ഇത്ര വലിയ വിഷയമാക്കേണ്ടെന്ന് പറഞ്ഞത് കെ മുരളീധരനാണ്. നിങ്ങളുടെ മുന്നണിയുടെ നേതാവായിട്ടുള്ള CP ജോർജ് സഹകരിക്കണമെന്നാണ്. ഞങ്ങളല്ല പറഞ്ഞത്. പാടില്ലേ? പിന്നെ നാണക്കെടുത്തി കട്ടുമുടിച്ച് വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന അദാനിയെ പിടികൂടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? SDPയെ നിരോധിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത് എങ്കിൽ അതിനെ അനുകൂലിക്കുന്നുണ്ടോ മുസ്ലിം ലീഗ്? വിലക്ക് വാങ്ങുന്നത് അറിയാലോ? കേൾക്കുന്നില്ലേ? SDPയെ നിരോധിക്കുവാനുള്ള ഒരു നീക്കം കേന്ദ്രം നടത്തുന്നു എന്നാണല്ലോ. അതിനോട് യോജിപ്പുണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുവാൻ ശ്രമം നടത്തുന്നു എങ്കിൽ അതിനെ ലീഗ് അനുകൂലിക്കുമോ? മറുപടി പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഗവൺമെന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ. അത് ഗവൺമെന്റ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോ ഞാനങ്ങോട്ട്